ആലപ്പുഴ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത ടാക്സി, വാടക വാഹനങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി ടാക്സി ഡ്രൈവർമാർ രംഗത്ത്. വാഹനം വാടകയ്ക്ക് നൽകിയ വ്യക്തിയെ പ്രതി ചേർക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴ വാഹനാപകടത്തിന് വഴിവെച്ചത് വാടകയ്ക്ക് കൊടുത്ത വാഹനമാണ്. സമാനമായ രീതിയിൽ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്ന നിരവധി പേരുണ്ട്. മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കാതെയും അധികാരികളെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വാഹനം വാടകയ്ക്ക് നൽകുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായും ഓടുന്നത് ഇപ്പോൾ പതിവായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കണമെന്നാണ് ടാക്സി ഉടമകളുടെ നിലപാട്. 5 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. അതിന് കാരണമായത് ഒരു റെൻ്റ് കാറാണ്. അതിൽ അനുവദനീയമായതിൽ അധികം ആളുകളെ തിക്കി നിറച്ച് ആ കുട്ടികൾക്ക് ഇങ്ങനെ പോകാനുള്ള പ്രേരണയുണ്ടായത് ആ റെൻ്റക്കാരുകാരനാണ്. അതായത് ആർക്കും എന്തും വഴിയിൽ നമ്മുടെ ഈ ഫുട്പാത്തുകളിൽ കിട്ടുന്നത് പോലെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മോട്ടോർ മേഖല മാറ്റിയിരിക്കുകയാണിപ്പം. കാരണം എവിടെ ആർക്കെന്ത് കാര്യങ്ങൾക്കും, കള്ളക്കടത്താവട്ടെ, മയക്കുമരുന്ന് കടത്താവട്ടെ, കള്ളപ്പണമാവട്ടെ, എന്തിനും ഇന്ന് മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഏക മാർഗ്ഗമാണ് ഈ റെൻ്റ് ക്യാബ് എന്ന് പറയുന്ന സംവിധാനം. ഈ റെൻ്റ് കാറുകൾ, അതുപോലെ തന്നെ കള്ള ടാക്സികൾ, ഇതിനെ ഇവിടെ നിയന്ത്രിക്കാനായിട്ട് ഒരു ശക്തമായ നടപടി ഉണ്ടാവണം. ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ 11 പേരാണ് യാത്ര ചെയ്തത്. ടാക്സി വാഹനമായിരുന്നെങ്കിൽ ആളുകളെ കുത്തിത്തുറച്ച് കൊണ്ടുപോകുമായിരുന്നില്ല. വാടകയ്ക്ക് നൽകുന്ന കാറുകളിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതെന്നും ടാക്സി ഉടമകൾ കോട്ടയത്ത് പറഞ്ഞു. സംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.